നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷൻ അവതരിപ്പിക്കുന്ന ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരെ, നമ്മുടെ ഒരു കിളിയുണ്ട്. ആ കിളി 3 അടി മുൻപിലേക്ക് ചാടിയാൽ 2 അടി പുറകിലേക്ക് പോകും. അതുപോലെ അവസ്ഥ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞ എന്തൊരു മണ്ടത്തര കാണിക്കാൻ മനുഷ്യൻ. വോട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ എല്ലാവരും ഉറ്റുനോക്കി അങ്ങനെ ലോകം ശ്രദ്ധിക്കുന്നൊരു വിഷയമായിരുന്നു. ആ വിഷയം കത്തി നിൽക്കുന്ന അതേമാതിരി 100% വിജയിച്ച സമയത്താണ് എന്തെങ്കിലും പോയി തട്ടിയേക്കണ പട്ടിക്ക് വേണ്ടി വാദിക്കുന്നു. എന്താ ജനങ്ങൾ വിചാരിക്കുക? സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മേനക ഗാന്ധി, ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ പട്ടിക്ക് വേണ്ടി വാദിക്കുക. 10,000 കോടി രൂപയുടെ കൂനൂരിലെ വാക്സിനേഷൻ യൂണിറ്റിൻ്റെ ഉടമയാരാണ്? ഈ കേസ് വാദിക്കാൻ വേണ്ടി വക്കീലന്മാർക്ക് മണിക്കൂറിന് ലക്ഷങ്ങൾ കൊടുക്കുന്ന വക്കീലന്മാർ ആര് ഏർപ്പെടുത്തി? നമ്മുടെ കള്ളച്ചാമിക്ക് വേണ്ടി, ചാമി ഉണ്ടായില്ലോ, അല്ലാതെ ആ ചാമിക്ക് വേണ്ടി ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് ഈ വക്കീൽമാരെ കൂടുന്നു. ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം എല്ലാവരും ഉറ്റുനോക്കുന്ന വിഷയമായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അട്ടിമറിയും ഈ ഭരണകൂടത്തിൻ്റെ ഭീകരതയൊക്കെ. അങ്ങനെ എല്ലാം പൊങ്ങി നമുക്ക് കേന്ദ്ര ഭരണകൂടത്തിനും BJP സംഘപരിവാറിനൊക്കെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ട് ഈ സമയത്താണ് ഈ മനുഷ്യൻ പോയി പട്ടിക്കും വെച്ചോ, അവനവൻ്റെ വീട്ടിൽ പട്ടിക്കും വെച്ചോ. പട്ടി വളർത്തണം എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഏതെങ്കിലും പറഞ്ഞ പട്ടി വളർത്തണ്ടാന്ന്? അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടിയെ അത് പണ്ട് ചെയ്തത് എന്താ വെച്ചാൽ കഴുത്തിൽ ബെൽറ്റ് ഇല്ലാത്ത എല്ലാ പട്ടികളെയും ഉന്മൂലനം ചെയ്തുകൊണ്ടിരുന്നത്. കഴുത്തിൽ ബെൽറ്റുള്ള പട്ടിയെ ഒഴിവാക്കി. അതിനർത്ഥം ഒരു പട്ടി സ്വയം കഴുത്തിൽ ബെൽറ്റ് ഇടില്ല, അപ്പോൾ അവർക്ക് ആരെങ്കിലും ഒരാളുണ്ടെന്ന് കണക്കാക്കുക. ആ നിയമം നോക്കാതെ പട്ടികളെ ഷെൽട്ടറിൽ കൊണ്ടുപോകാൻ പാടില്ല. ഷെൽട്ടറിൽ കൊണ്ടുപോയ 10,000 ഇത് വേണം. ഇതൊക്കെ ആരെന്തിനു പറയുന്നു? പിന്നെ നമ്മുടെ കമാൽ പാഷ അദ്ദേഹം, ഞാൻ അദ്ദേഹത്തെ ചില കാര്യത്തോടെ അങ്ങനെ യോജിക്കില്ല. ഇക്കാര്യത്തിൽ 100% അദ്ദേഹം പറഞ്ഞ് വളരെ വ്യക്തമാണ്. ഇത് ഇന്നലെ നമ്മുടെ മഹാരാജ് കോളേജിൻ്റെ അവിടെ 9 പേർക്ക് പട്ടി വിളിച്ചത്. അതിൻ്റെ അപ്പുറത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് കുറേ പേർക്ക്. ഇനിയിപ്പോൾ ഈ വാക്സിൻ എടുത്താൽ പോലും ജീവൻ തിരിച്ചു കിട്ടുന്നില്ല. അവിടെ രാഹുൽ ഗാന്ധി, നിങ്ങൾ കാണിക്കുന്ന ഈ മണ്ടത്തരത്തിന് ഇന്ത്യ മഹാരാജ് വില കൊടുക്കേണ്ടി വരാണ്. നിങ്ങൾ ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എല്ലാത്തിനും കയറി ഇടപെടണമെന്ന് ഇല്ലടോ. ഞാൻ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ കേരളത്തിൽ. ഞാൻ എല്ലാത്തിലും ഇടപെടണം, അങ്ങനെ ഇല്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന, ജനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന കാര്യത്തിലൊക്കെ ഇടപെടണം. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും പ്രതിപക്ഷ നേതാവ് ഇടപെടണമെന്നുള്ള നിയമമൊന്നും സ്ഥലത്തും ഇല്ലെന്നേ. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് അത് 100% ശരിയാണ്. അതിനു വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കെ അതിന് മാത്രം ശ്രദ്ധിക്കാതെ പെട്ടെന്ന് പോയി ഇന്നിപ്പോൾ BJPയുടെ ചാനൽ വന്നറിയോ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ആഘോഷം പങ്കെടുക്കാതെ പട്ടിക്ക് വേണ്ടി വാദിക്കാൻ പോയതാണ്. സത്യം നമുക്കറിയില്ല. അത് അവസരം ഉണ്ടാക്കി കൊടുക്കണോ? ഒരിക്കൽ മേനക ഗാന്ധി പട്ടിക്ക് വേണ്ടി വാദിച്ചു, മൃഗങ്ങൾക്ക് വേണ്ടി വാദിച്ചു. അത് പക്ഷി സംരക്ഷണ വകുപ്പിന്റെ, അതായത് പക്ഷി വകുപ്പിന്റെ മന്ത്രിയായിരുന്നു മേനക ഗാന്ധി. ഇപ്പൊ ഒന്നുമല്ല, MP പോലും അല്ലല്ലോ. അപ്പൊ ആർക്കു വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തിയാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഈ മനുഷ്യൻ എന്താണ് ഈ സമയത്ത് അതിലിപ്പെട്ടത്? പട്ടി സ്നേഹം ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ പട്ടി വളർത്തും, ആരും പറഞ്ഞില്ല വേണ്ടെന്ന്. കഴുത്തിൽ ബെൽറ്റുള്ള പട്ടികൾ ഓടെ നടക്കട്ടെ, അതും പറഞ്ഞില്ല. അല്ലാതെ നടക്കുന്ന, അലഞ്ഞു നടക്കുന്ന പട്ടികളെ ഉന്മൂലനാശിക്കണം, അല്ലെങ്കിൽ അത് ഉന്മൂലനാശം ചെയ്യാൻ കോടതി പറഞ്ഞില്ല. കോടതി എന്താ പറഞ്ഞത്? ഷെൽട്ടറിൽ കൊണ്ടാക്കണം. ഇത് അവർക്ക് അഭയ കേന്ദ്രത്തിലാക്കണം. ഷെൽട്ടർ എന്നാണ് ഉദ്ദേശം. അതിന് സന്നാഹമില്ലാത്ത പിന്നെ അവർ അനുകൂലം നിൽക്കരുത്. ഇതിന് പട്ടിക്ക് വേണ്ടി വാദിക്കുന്നവർ അവർ സ്വയം ഏറ്റെടുക്കുകയോ അവർ സംഘടന ഏറ്റെടുക്കുകയോ ചെയ്യണം. എന്നിട്ട് അവർക്ക് വേണ്ടി സംരക്ഷണം കൊടുക്കണം. എല്ലാ പട്ടിയും വന്ധികൾ നടത്താൻ വേണ്ടി കേരളത്തിൽ നിയമം കൊണ്ടല്ലോ. എന്താണ് ഇത്ര 100 കണക്കിന് ആൾക്കാർ പേവേഷയേറ്റ് മരിക്കുന്നതിന് ഒരു സങ്കടം ആർക്കും ഇല്ല.
ലോകത്ത് എല്ലാ അസുഖം വന്നാലും അപകടം തന്നെ, ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും പേപ്പെട്ടി കടിച്ചുള്ള അപകടം കണ്ടിരിക്കാൻ പോലും പറ്റില്ല. അത്ര ഭീവത്സമാണ്. നോട്ട് ഭീകരല്ല, ഭീവത്സമാണ്. അതിനാണ് കേരളത്തിൽ ചില മൃഗസ്നേഹികൾ കേരളത്തിൽ വാദിക്കുന്ന പോലെ ഇപ്പം രാഹുൽ ഗാന്ധി പോയി പറഞ്ഞേക്കണത്. എന്തിനാ മോനെ രാഹുല്? കേന്ദ്ര ഭരണകൂടം ആകെ തകർന്ന് തരിപ്പണി താഴെ ഇറങ്ങാനുള്ള സാധ്യതയുള്ളപ്പോഴാണ് അത് അവർ താങ്ങ് കൊടുത്തില്ലേ? നിങ്ങൾ രാഷ്ട്രീയം ഉപേക്ഷിച്ച് അമ്മയും മോളും പെങ്ങളെയും ഉപേക്ഷിച്ച് രാഷ്ട്രീയ ഉപേക്ഷിച്ച് മാറി മറ്റേ LP വിടുന്ന വ്യക്തല്ലേ? 5000 കോടി അട്ടം മുടക്കി ആ യാത്ര നടത്തി. അതാരാ പണം തന്നത്? സംഘപരിവാറിൻ്റെ ആൾക്കാർ കൊടുത്ത പണമാണ്. അല്ല കോൺഗ്രസ് കരുണാശേട്ടൻ പോലും കാശില്ലാത്തപ്പോൾ ഈ 5000 ഏതെങ്കിലും പാർട്ടി ഇങ്ങനെ കോച്ചിൽ പ്രചരണം നടത്തിയിട്ടുണ്ടോ? അതിനെ കുത്തിപ്പൊക്കാൻ, ആഘോഷിക്കാൻ, അർമാദിക്കാൻ കുറേ മണ്ടന്മാരും. ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഒരു കുഴപ്പക്കാരല്ല, നല്ല മനുഷ്യനാണ്. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, അതിലൊന്നും വരാതില്ല. പക്ഷെ ഈ സമയത്ത്, ഈ നിർണായകമായ സമയത്ത് നിങ്ങൾ BJPക്ക് വേണ്ടി അല്ല നിങ്ങൾ പട്ടിക്ക് വേണ്ടി വായിച്ചുകൂടി BJP ഒരെടുക്കല്ലേ? സത്യമില്ല, കുറച്ച് കാര്യമില്ല ഇതിൽ. നിങ്ങൾ സ്വാതന്ത്ര്യ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ നിങ്ങൾ പട്ടി സ്നേഹത്തിന് വേണ്ടി പോയി എന്ന് പറയുമ്പോൾ അത് ശരിയാണെങ്കിൽ 100% തെറ്റല്ലേ? അതാ പറഞ്ഞ ഈ ആൾക്കാരെ കൊണ്ടൊന്നും ഒരു രക്ഷയില്ല. ഒരു കാര്യം പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കോൺഗ്രസും ഒരു കാര്യം പറയാം. കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിലേക്ക് നമ്മൾ പെട്രോൾ സ്പ്രേ ചെയ്താൽ അത് ആളിക്കത്തും. അതേ സ്ഥാനത്ത് നിങ്ങൾ കുറേ അധികം പെട്രോൾ ഒഴിച്ചാലോ ആ തീ കെട്ടു. അപ്പം നിങ്ങൾ വളർത്തി അവസാനം നിങ്ങൾക്കൊന്നും രക്ഷയില്ലാത്ത വിധത്തിലേക്ക് സംഘപരിവാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകം പറയാണ്, കോൺഗ്രസും പറയാണ്. കോൺഗ്രസിൻ്റെ ഈ വൃത്തികെട്ട സംസ്കാരം എന്തുകൊണ്ടാണോ കേരളത്തിൽ നിയമത്തിൽ ബൂത്തിരിക്കാൻ പോലും കോൺഗ്രസ് ആൾക്കാരുണ്ടായില്ലല്ലോ? കോടിയിൽ വാങ്ങി എന്നാ പറയുന്നത്. വാങ്ങിച്ചാലും കോൺഗ്രസിൻ്റെ കഴിവുകൾ കൊണ്ടല്ലേ അവിടെ ജയിച്ചത്, BJP ജയിച്ചത്. ഇപ്പം തൃശ്ശൂർ അവിടെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും കൂടി കാലുവാരൽ കൊണ്ടല്ലേ അവിടെ BJP ജയിച്ചത്. എന്ത് അന്യായമാണ്, എന്ത് തട്ടിപ്പാണ്, എത്ര ആസൂത്രിതമായി തട്ടിപ്പാടത്തിയത്. എന്നിട്ട് നിങ്ങൾക്ക് നാണം എന്ന് സുരേന്ദ്രൻ ചോദിച്ചു വാക്കുണ്ട്, ശരിയാണത്. നിങ്ങൾക്ക് നാണാവില്ലേ? നിങ്ങൾ രാജ്യം ഭരിക്കുമ്പോൾ നിങ്ങളുടെ കീഴിൽ ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിൽ അതിനെ നയിക്കുന്ന കളക്ടർ, അത് റവന്യൂ വകുപ്പ്, ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ. റവന്യൂ വകുപ്പ് അറിയാതെ, കളക്ടർ അറിയാതെ അവിടെ ഇത്രയും വോട്ടേജ് സിസ്റ്റം ആൾ ചേർത്തെങ്കിൽ നിങ്ങളുടെ ബൂത്തിലിരിക്കുന്ന ആളുണ്ടായോ? ആളുണ്ടെങ്കിൽ അവർ അറിയില്ലേ ഇതിങ്ങനെ ആൾ വരുമ്പോൾ ഈ ആൾ പാർട്ടിക്കാരെന്ന് പറയാതെ ഒരാൾ പ്രതിഷേധം ഉണ്ടാക്കിയോ? കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ലീഗ് ആയിൽ പ്രതിഷേധം ഉണ്ടാക്കിയോ? ഇത് കള്ളവോട്ടാണ്, നിങ്ങൾക്കറിയില്ലേ? തൃശ്ശൂർ മണ്ഡലത്തിൽ ബൂത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയില്ലേ ഇന്ന ആൾക്കാർ വരുമ്പോൾ അത് ഇവിടുത്തെ ആളല്ലെന്ന്? നേരത്തെ കണ്ടുപിടിച്ചോ നിങ്ങൾ? ഒന്നും ചെയ്തില്ല. കോടികൾ വാങ്ങിയതാണ് BJPയിൽ നിന്നോ BJPയുടെ സഖ്യത്തിൽ നിന്നോ കോടികൾ ഈ കോൺഗ്രസ് കള്ളന്മാർ കുറേ പേര് വാങ്ങിച്ച്, കമ്മ്യൂണിസ്റ്റ് കള്ളന്മാരും വാങ്ങിച്ച്. എല്ലാവരും അല്ല, കുറേ കള്ളന്മാർ കണ്ണടിച്ചിരുന്ന് നിയമത്തിയതുപോലെ. നിയമത്തിൽ ബൂത്തിരിക്കാൻ ആളുണ്ടായില്ല. അത് ഏതൊരു വഴിയാപ്പാക കൊണ്ട് നിർത്തി അവർ 16,000 വോട്ട് കിട്ടി. 40,000 വോട്ട് കിട്ടുന്ന മണ്ഡലത്തിൽ 16,000 വോട്ട് കോൺഗ്രസ് കിട്ടിയതേ, UDF കിട്ടിയതേ. എന്താ നിങ്ങൾ ഇങ്ങനെ തൊടിയിൽ എന്ത് ചെയ്യും? 2000 കുടുംബങ്ങൾ തല്ലിപ്പൊളിച്ച് വഴിയാതാക്കി തെണ്ടി പോയി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആസാമിലാക്കി. എവിടെ കോൺഗ്രസ് അല്ല ഇന്ത്യയിലെ പ്രതിപക്ഷം എവിടെ ചെയ്തത്? അതിൽ നല്ല ശതമാനം മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾക്ക് പ്രത്യേകത അറിയുമോ? നിങ്ങൾ ഇന്ത്യ മുന്നണിക്കൽ കോൺഗ്രസ് വോട്ട് ചെയ്തതിൽ 99.9% വോട്ട് ചെയ്തിരിക്കുന്ന ഈ മുസ്ലിങ്ങൾ കോൺഗ്രസിനാണ്, അല്ല BJPക്കല്ല. ഇത്രയും അനീതി അവിടെ നടന്നിട്ട് കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെ, പ്രതിപക്ഷ പാർട്ടികളെ നിങ്ങൾ എന്ത് ആസാമിൽ പോയി എന്ത് ചെയ്തു? എന്താണ് ചെയ്യുന്നത്? എത്ര കണ്ട് മണ്ടത്തിൽ കാണിക്കാണ്. ഒന്നുകിൽ പണ്ടാരോ പറഞ്ഞില്ലേ, ഒന്നുകിൽ നിങ്ങൾ വിഡ്ഢി അല്ലെങ്കിൽ ചാരൻ. ഇത് ചിന്തിച്ചു പോകുന്നു ഇങ്ങനെയൊക്കെ. നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ആ പട്ടിക്കുട്ടി വാദിക്കുമോ? അപ്പം നിശബ്ദമായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു, വാദിക്കണ്ട, മിണ്ടായിരുന്നാൽ മതിയായിരുന്നു. കേട്ടിട്ട് തൊലി വരുന്നേ. നല്ലൊരു അവസരം വന്നാണ് പ്രതിപക്ഷത്തിന്. ഇപ്പം നായിഡുവും മറ്റേ നിതീഷും ഒക്കെ മുന്നണിയിൽ നിന്ന് വിട്ട് കോൺഗ്രസ് മുന്നണിക്ക് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഈ ആലായിട്ട് വെച്ചത്.
ഞാനത് വീണ്ടും പറയാണ്, നിങ്ങളെല്ലാവരും കളിച്ച് 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 അവസാനം കത്തി നിൽക്കുന്ന ഒരു തീനാളത്തിലേക്ക് പെട്രോൾ സ്പ്രേ ചെയ്തു, അല്ലെങ്കിൽ ചെറിയ പെട്രോൾ ഒഴിച്ചാൽ അത് ആളിക്കത്തും. പക്ഷെ അതേസമയത്ത് കൂടുതൽ പെട്രോൾ ഒരുമിച്ച് ഒഴിച്ചാൽ ആ തീ കിട്ടും. അതുപോലെ നിങ്ങൾ ഇപ്പം കാണിക്കുന്ന വിഡ്ഢിത്തരം കൊണ്ട് വൃത്തികേട് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എതിർക്കാൻ പറ്റാത്ത രീതിയിലേക്ക് സംഘപരിവാർ വളരും. കേരളത്തിൽ പോലും നിങ്ങൾ പൊടിയും തട്ടി പോകുന്നിട്ട് നിങ്ങൾക്കൊന്നൊരു വിഷയമല്ല. തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്തവരില്ല, അതൊക്കെ സമ്മതിച്ചു. തൊലി ഉരിഞ്ഞു പോവാണ് അത്രയും പൊട്ടിത്തരം കാണിക്കുമ്പോഴേ. എന്താണ് ഇലക്ഷൻ കമ്മീഷൻ, എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? ഇലക്ഷൻ കമ്മീഷൻ 65 ലക്ഷം വോട്ട് ബീഹാറിൽ നഷ്ടപ്പെട്ട്, ആസാമിൽ നഷ്ടപ്പെട്ട്, ഇപ്പൊ കേരളത്തിൽ നഷ്ടപ്പെടാൻ പോണ്. അങ്ങനെ എല്ലാ വൃത്തികേടും ചെയ്ത് സംഘപരിവാറിനെ രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഈ കമ്മ്യൂണിസ്റ്റുകാരും ഈ കോൺഗ്രസ്സുകാരും എന്താണ് നിങ്ങൾ ആലോചിച്ച് പോകുന്നത്? എന്താ സംഭവിക്കുന്നത്? നാട്ടിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഉപദേശിക്കാൻ ഒരു തെണ്ടികൾ പോലുമില്ല ഇന്ത്യ മുന്നണി ഉപദേശിക്കാൻ, നിർദ്ദേശം കൊടുക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഉപദേശം കൊടുക്കാൻ ഒരാൾ പോലില്ലേ. പട്ടിക്ക് വേണ്ടി വാദിക്കാന്നത്. സുപ്രീം കോടതി മാന്യമൊരു കാര്യം പറഞ്ഞു. എന്താ സുപ്രീം കോടതി പറഞ്ഞത്? അലഞ്ഞു നിൽക്കുന്ന പട്ടി അല്ലെങ്കിൽ പിന്നെ തെരുവ് നായ്ക്കളെ നിങ്ങൾ ഷെൽട്ടർ ഉണ്ടാക്കി അവിടെ സംരക്ഷണം കൊടുക്കണം. കൊല്ലാൻ വന്നിട്ടില്ല. അത് എതിർ നിൽക്കുന്നവർ അവർ ആ സംഘടന കൊണ്ടുപോയിക്കൊള്ളും. അത് പാടില്ലാന്ന് രാവിലെ മിനിയാന്നിട്ട് പറഞ്ഞു. ഇന്ന് പറഞ്ഞത് വേറെ, മിനിയാന്ന് പറഞ്ഞു. ഞാൻ മിനിയാന്ന് പറയാൻ പറ്റില്ല, എനിക്ക് സുഖമില്ല, ഇപ്പോഴും സുഖമില്ല, ചിലപ്പോൾ പനിയൊക്കെ നിൽക്കാം. എങ്കിലും ഇത് കേട്ടു ഇനി പറയാതിരിക്കാൻ അതാ ഇന്ന് വന്നത്. എന്തൊരു അപകടമാണ്, എന്തൊരു വൃത്തികേടാണെന്ന് പറയുന്നത്. ഇത്ര അർത്ഥശൂന്യമായിട്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു നേതൃത്വം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ സംഘപരിവാർ കൂട്ടായ്മ അല്ലെങ്കിൽ സംഘപരിവാർ എല്ലാ നിലക്കും നശിപ്പിച്ച് അടങ്ങുള്ളൂ എന്നാണ് അത്ര. ഏട്ടാ അത് പൊക്കി നടക്കാൻ ഇപ്പോൾ കൊല്ലം മണ്ടന്മാരുണ്ട്. കോൺഗ്രസ് 50 വർഷം കൊണ്ട് ഒന്നും നേടിയില്ല, 10 വർഷം കൊണ്ട് മോഡി എല്ലാം നേടി. മോഡി എന്ത് നേടിയെന്ന് പറഞ്ഞത് ഇന്ന് എത്താൻ പറ്റും. ഞാൻ രാഷ്ട്രീയ BJP ഒന്നുമല്ല, അതിൽ പറയുന്നത് മോഡി 10 കൊല്ലം കൊണ്ട് എല്ലാം ഉണ്ടാക്കി, മറ്റൊരു കോൺഗ്രസ് ഉണ്ടാക്കി. കോൺഗ്രസ് ഉണ്ടാക്കിയില്ലായിരിക്കണോ? ഒരു ജോഡി ഉടുപ്പോലും ഇല്ലാതിരുന്ന കാലത്ത് അത്ര അതമ്പതിച്ച് പട്ടി താഴ്ന്ന രാജ്യമാണ് കോൺഗ്രസ് ഭരിച്ച് ഇത്രയും ഈ ഘട്ടത്തിലെത്തിയോ? ഈ ഘട്ടം ഈ 14 വർഷം മുമ്പുള്ള ഘട്ടത്തിലെത്തിയല്ലോ. ഒരേ കണ്ടില്ലെന്നല്ല, അവരുദ്ദേശിക്കുന്നതിൽ എത്തിയിട്ടുമില്ല. അതൊക്കെ ശരിയാണ്. എങ്കിലും ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ് കുറ്റപ്പെടുത്താൻ പറ്റുമോ? എന്നിട്ട് ഇപ്പൊ പറയുന്നത് പട്ടിക്ക് വേണ്ടി വാദിച്ചത്. ഇന്ന് ഒരു ചാല്യം കണ്ട് സ്വാതന്ത്ര്യസേന ആഘോഷം പങ്കെടുക്കാതെ പട്ടിക്ക് വേണ്ടി വാദിക്കാൻ പോയിരുന്നു. എന്തൊരവസ്ഥയാന്ന് നോക്കുക. എത്ര പരിതാപകരമാണ് നമ്മുടെ പാർട്ടിയുടെയും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലത്. എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന്? രാഷ്ട്രീയത്തിൽ ഒരു പരിചയം ഒന്നുമില്ലേ? തൃശ്ശൂര് സുരേഷ് ഗോപി ജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആ അടിയൊഴുക്ക് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഈ കോൺഗ്രസിനോ പറ്റിയോ? സാധാരണ 80,000 വോട്ടാണ് ഒരു മണ്ഡലത്തിൽ കൂടുന്നത്. ഇത് 160 ഇരട്ടി കൂടിയൊക്കെയാണ്. അതിലാണ് 60,000 70,000 കള്ളവോട്ടുണ്ടായിരുന്നത്. കള്ളവോട്ട് ചെയ്ത രീതി എങ്ങനെയാണ്? ഒരു പേരും ഇല്ല, വെറുതെ ഇല്ലാതെ വെറുതെ ഇട്ട്. എന്നിട്ട് ഇവർക്കെല്ലാം വോട്ട് ചെയ്യാൻ ബൂത്തിൽ വന്നപ്പോഴേ ഈ ബൂത്ത് ഏജന്റുമാർ എവിടെ വായ വിളിച്ചിരിക്കുകയായിരുന്നു? കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിൻ്റെയും. കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിനും വടക്കേ ഇന്ത്യ അല്ലല്ലോ കേരളം, തൃശ്ശൂര്. അവർക്ക് ബൂത്തിൽ ആളില്ലേ? ആളുണ്ടാവില്ലേ? കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും അവർക്കറിയില്ല ഈ ബൂത്തിൽ ആൾ വരുന്നത് ഈ ആൾ പിടിച്ചല്ല. അപ്പോൾ ഒരു ചലഞ്ച് ചെയ്യണ്ടേ? മിണ്ടിയതായിട്ടൊന്നുമല്ലല്ലോ. ഇത്രയും വോട്ട് കാണിച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വോട്ട് പോലും ചലഞ്ച് ചെയ്തിട്ട് കാണുന്നില്ല ഒരു ഏജന്റും. ഒരു ബൂത്ത് ഏജന്റും ഒരു വോട്ട് പോലും ചലഞ്ച് ചെയ്യോ അല്ലെങ്കിൽ സംശയം പ്രയോഗിച്ചില്ല. പിന്നെ എവിടെയാണ് ഇവരൊക്കെ വായി നോക്കിയിരുന്നത്? അപ്പോൾ ഒന്നുമില്ല, പണം വേണം മാത്രം, വേറെ ഒന്നുമില്ല. ആ രാജ്യം എവിടെ പോകാൻ കുഴപ്പം, നമുക്ക് പണം വേണം. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് രാഷ്ട്രീയക്കാർ. ഒരു ഉത്തരവാദിത്വം ജനങ്ങൾക്ക് വേണ്ടി ബാധിക്കുന്ന ഒരു താല്പര്യമില്ലാത്ത, ഒരു മുന്നോട്ട് പോകാത്ത, വെറുതും അർത്ഥശൂന്യമായിട്ട്
അഴിമതി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്. അഴിമതി ചെയ്യാൻ കക്കാൻ വേണ്ടി മാത്രം. ഒരാൾ മാത്രം എല്ലാതെ കണക്കാതെ. ഇപ്പം എല്ലാം നാട് എന്താക്കാന്ന് പറഞ്ഞാൽ BJP അങ്ങനെ, കോൺഗ്രസ് ഇങ്ങനെ, കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയിട്ടിപ്പോൾ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് കമ്മ്യൂണിസ്റ്റാണ്, EMS ആണ്. അവിടെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി EMS ആണ്. ഒരു പള്ളി പണി അനുവാദം കൊടുത്ത് EMS ആണ്. ഒരു പള്ളി EMSന്റെ പേരിട്ട് എന്താ പറയുക. ഇതൊക്കെ 50-40 വർഷം മുമ്പ് കടന്ന കാര്യമല്ലേ, 50 വർഷം മുമ്പ് കടന്നില്ല. അതാണ് ഇപ്പോഴും പറയുന്നത്. ഈ മുസ്ലിം ലീഗിൻ്റെ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുസ്ലിം നേതാക്കൾ പറയുന്നത് ഇപ്പോൾ അതൊക്കെ പറയുന്നത്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തതിൽ പറയടൂ. ലേറ്റസ്റ്റ് ആയിട്ട് അതിൽ 10 വർഷത്തെ ഇപ്പുറത്തേക്ക് കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് വേണ്ടി ഇന്ന് ചെയ്തു നിങ്ങൾ പറയൂ കമ്മ്യൂണിസ്റ്റുകാരെ. അപ്പം മനസ്സിലാക്കാം. ഇത് 50 വർഷം അംസ സാറോ ഒക്കെ വന്നാലും 50 വർഷം മുമ്പ് പറഞ്ഞ് ഞങ്ങളല്ലേ ചെയ്തത് എന്ന് പറയാം. അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്നൊക്കെ അറിയാമല്ലോ. മലബാർ സംസ്ഥാനം തമിഴ്നാട് കൂടെ ആയിരുന്നപ്പോഴും അത് ഇങ്ങോട്ടും മാറ്റി. അന്നായിരുന്നപ്പോഴാണ് ഈ നിയമം പള്ളി പുതുക്കിപ്പണിയാൻ അനുവാദം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു. അത് നിയമം കേരളത്തിൽ ഒന്നായിപ്പോൾ കേരളത്തിൽ ഇപ്പുറത്തില്ല, തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയില്ല. അപ്പോൾ അത് ഓട്ടോമാറ്റിക് പോയി. അതാണ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത് കൊടുത്തല്ല അത്. എന്തുമാട്ടെ അങ്ങ് സംഭവിക്കാം, കുഴപ്പമില്ല. എന്തുണ്ടായി ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ രാജ്യത്ത് എവിടെ കൊണ്ട് എത്തിക്കും, എങ്ങനെ കൊണ്ടെത്തിക്കും. സുരേഷ് ഗോപി ഇതൊരു മഹാൻ, നല്ലൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ കോൺഗ്രസ്സുകാരും BJPക്കാരും അല്ല ചില ഗുണ്ടകളും കൂടി ഇപ്പോൾ ഒന്നിനും കൊള്ളാത്ത ഓളാമ്പിക്ക് തൂക്കി ഓടുപോലെ ആർക്കും വേണ്ട സാധനമില്ലേ. എത്ര ചങ്കുറ്റോടി മാറ് വിരിച്ച് നെഞ്ച് വിരിച്ച് നടന്നാണ് ഇപ്പം കൂനി മൂട്ടുപോലെ. പറയുന്നത് ന്യായീകരണമുണ്ടോ? ചെയ്ത പ്രവൃത്തിയിൽ ഒരു ന്യായീകരണം പറയാനില്ല. എല്ലാത്തിലും കള്ളത്തരം കാണിച്ച് എല്ലാവരെയും സ്വാധീനിച്ച് കൃത്യമായിട്ട് ചെയ്ത് ആണ് ജയിച്ചെടുത്തത്. അതൊന്നും ഒരു ജയമല്ല. ഇത് തന്നെയാണ് ഇന്ത്യയിൽ നടന്നത്. ഇലക്ഷനിൽ വോട്ടിംഗ് പാറ്റേൺ അറിയാമല്ലോ. എന്തുമാത്രം വൃത്തികേടാണ് ഇലക്ഷൻ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിൽ ഈ ഭരണകൂടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസാമിലെ കാര്യം പറഞ്ഞ പോലെ, അത് മറ്റേ കാര്യം പറഞ്ഞ പോലെ. അപ്പം ബഹുമാനി, എനിക്കിത് സുഖമില്ലാത്ത നിർത്താൻ പോണത്. രാഹുൽ ഗാന്ധി, നിങ്ങൾ അറിയില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കുക. കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ ബോധ്യമുള്ളവർ ചോദിക്കുക. കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ അവസാനം കത്തിക്കണ വിളക്കിലേക്ക് തിരിയിലേക്ക് നമ്മൾ പെട്രോൾ സ്പ്രേ ചെയ്താൽ ആളി കത്തും. പക്ഷെ അതിലൊരുമിച്ച് കുറച്ച് പെട്രോൾ കൂടുതൽ ഒഴിച്ചാൽ ആ തീ കിട്ടും. അതുപോലെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് നിങ്ങൾ നശിച്ചു, മറ്റോട് തീർക്കാൻ പറ്റാതെ വരും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് വിരോധം. ലീഗിനാണെങ്കിൽ മുഖ്യ ശത്രു കമ്മ്യൂണിസ്റ്റാണ്, RSS അല്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വോട്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാക്കി അത് രാഹുൽ ഗാന്ധി കൊണ്ടുവരുമ്പോൾ മണിയൊക്കെ പറഞ്ഞതറിയോ, കോൺഗ്രസ് കുറ്റപ്പെടുത്താണ്. അവർക്കെല്ലാം താല്പര്യം നാത്തൂൻ മരിച്ചാൽ, ആംഗ്ലം മരിച്ചാൽ വേണ്ട നാത്തൂൻ്റെ കണ്ണീര് കാണുന്നില്ല. അപ്പോൾ മണിക്കും കിണിയൊക്കെ താല്പര്യം കോൺഗ്രസ് നയിച്ചു കാണും. ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റ് നയിച്ചു കാണും. കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ലീഗാണ് ഇവിടെ പ്രധാന ശത്രുക്കൾ, പ്രധാന മുഖ്യ ശത്രു. ഇപ്പോൾ ലീഗ് മുഖ്യ ശത്രു ആരാണ്? കമ്മ്യൂണിസ്റ്റ്. കോൺഗ്രസ് മുഖ്യ ശത്രു കമ്മ്യൂണിസ്റ്റ്. പക്ഷെ എത്ര അധംപതിച്ച കാലമായി പോയി. രാജ്യത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര അപകടങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ അസ്വസ്ഥതയുള്ളൂ, ഞാൻ കൂടുതൽ സംസാരിക്കുക. നിങ്ങൾക്ക് ഒരായിരുന്നത് ജയ് ഹിന്ദ്.